ആണ്. അപ്പൊ നമ്മുടെ ഈ ക്രിസ്മസ് എക്സാം ഒക്കെ ഇങ്ങനെ അടുത്ത് എത്തിയല്ലേ, ഇനി കുറച്ച് ദിവസം കൂടി ബാക്കിയുള്ളൂ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ട ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. എന്താണ് ആ ചോദ്യം എന്ന് നമുക്ക് നോക്കിയാലോ അല്ലെ. യെസ്, എല്ലാവർക്കും ഇതാ 2015 ജൂൺ 2015 ജൂണിലെ കലണ്ടർ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നമുക്ക് കാണാം മക്കളെ, സൺഡേ ഉണ്ട്, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, ഇതൊക്കെ ഉണ്ട് അല്ലെ. ഇതിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? മഴ പെയ്യാത്ത ദിവസവും മഴ പെയ്ത ദിവസങ്ങളും എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലെ. ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. പരീക്ഷയ്ക്ക് നേരെ നിങ്ങളോട് കുറയ്ക്കാനോ കൂട്ടാനോ ആയിരിക്കില്ല പറയാ, ഇങ്ങനത്തെ ഒരു ചോദ്യം വഴിയായിരിക്കും നിങ്ങൾക്ക് അത് ചെയ്യേണ്ടി വരിക. അപ്പൊ നമുക്ക് നോക്കിയാലോ അല്ലെ. ആകെ എത്ര ദിവസങ്ങളാണടാ? 1 മുതൽ 30 വരെ. അപ്പൊ 30 ഡേയ്സ് ഉണ്ട് അല്ലെ. നമ്മുടെ ജൂണില് 2015 ജൂണില് 30 ഡേയ്സ് ആണ്, 30 ദിവസങ്ങളാണുള്ളത്. അതില് മഴ പെയ്യാത്ത ദിവസത്തിന് ദാ ഇങ്ങനെ ഒരു സൂര്യനെ വരച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കേ. സൂര്യനെ കാണുന്നുണ്ടോ? 3-ാം തീയതി ഒരു സൂര്യനുണ്ട്, 4-ാം തീയതി ഒരു സൂര്യൻ, 7, 8, 9, 20, 21 ഇതിലൊക്കെ എന്തുണ്ട്? സൂര്യനെ വരച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണ്? മഴ പെയ്യാത്ത ദിവസങ്ങളാണല്ലേ. ബാക്കി എല്ലാ ദിവസങ്ങളും എന്താണ്? മഴ പെയ്തിട്ടുണ്ട്. അപ്പൊ സൂര്യനെ വരച്ച ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്ന് ആദ്യം എണ്ണി നോക്കിയാലോ നമുക്ക്. 1, 2, 3, 4, 5, 6, 7 7 ദിവസങ്ങളാണ് അല്ലെ. 7 ഡേയ്സ് ആണ് സൂര്യനെ വരച്ചു വെച്ചിട്ടുള്ള ദിവസങ്ങൾ. 7 ഡേയ്സ് ആണ്. അങ്ങനെയെങ്കിൽ മഴ പെയ്ത ദിവസത്തിന്റെ മേലെ നേരെ കുറച്ച് കാർമേഘവും കുറച്ച് മഴയും ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട് എല്ലാത്തിന്റെയും മേലെ അല്ലെ. അപ്പൊ നമ്മള് മഴ പെയ്ത ദിവസം നോക്കാൻ എന്ത് ചെയ്താൽ മതി? ആകെ 30 ദിവസങ്ങളാണ്, ആകെ 30 ഡേയ്സ് ആണ്. അതിൽ നിന്ന് 7 കുറച്ചാൽ മതി അല്ലെ. മഴ പെയ്യാത്ത ദിവസം നമ്മൾ മൈനസ് ചെയ്താൽ മതി. അപ്പൊ 30-ൽ നിന്ന് 7 കുറച്ചാൽ 30 - 7 ചെയ്താൽ നമുക്ക് എന്താണ് കിട്ടുക? 0 - 7 നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പോ ഇവിടെ 10 ആകും. ഇവിടെ എന്താകും? കടമെടുക്കുമ്പോൾ 2 ആകും. 10 - 7 10 - 7 എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ 2 23. അപ്പൊ മഴ പെയ്ത ദിവസം എത്രയാണ്? 23 ആണ്. അപ്പൊ ഇതുപോലത്തെ ചോദ്യങ്ങൾ മക്കൾ എല്ലാവരും പ്രതീക്ഷിക്കുക നിങ്ങളുടെ പരീക്ഷയ്ക്ക്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.